2000 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ യേശുക്രിസ്തു മരിച്ചത്. ഈ യേശുക്രിസ്തു ക്രൂശിൽ കഷ്ടമേറ്റ് മരിക്കുന്നതിന് മുമ്പ് ഇവൻ എവിടെയായിരുന്നു ജീവിച്ചിരുന്നത്? പ്രിയപ്പെട്ടവൻ പിതാവിനോട് കൂടെ സ്വർഗത്തിലായിരുന്നു. എന്നു മുതൽ നിങ്ങൾക്കറിയാമോ, ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തു ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചത് ഈ ക്രിസ്തുവിനാലാണ്. അതേ പ്രിയപ്പെട്ടവരെ, അവൻ മുഖാന്തരമാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. എന്ന് വെച്ചാൽ ക്രിസ്തുവിന് ആരംഭമില്ല, അവസാനവുമില്ല. അനാദി കാലം മുതലേ അവൻ പിതാവിന്റെ മടിത്തട്ടിലായിരുന്നു, ദൈവപുത്രനായിരുന്നു. ദൈവവും പുത്രനും പിതാവും പുത്രനും ഒന്നായിരുന്നു. അവരൊരിക്കലും വേർപിരിയാതെ. അനാദി കാലം എന്ന് പറഞ്ഞാൽ ആരംഭവും അവസാനവും ഇല്ലാത്തവൻ. പ്രിയപ്പെട്ട നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഉണ്ടായി വന്നതൊന്നും ദൈവമല്ല, ഉണ്ടാക്കപ്പെട്ടതും ദൈവമല്ല. പിന്നെയോ ദൈവം ഉള്ളവനാണ്. ഉണ്ടായി വന്നെങ്കിൽ നമുക്ക് എന്താണ് പറയുക, അവനെ ഉണ്ടാക്കിയവൻ ആരാണ് നമ്മൾ അന്വേഷിക്കും. അവന് ഉണ്ടായി വന്നാണെങ്കിൽ അവനെ സൃഷ്ടിച്ചത് ആരാണെന്നൊരു മറുചോദ്യം വരും. അങ്ങനെയാണെങ്കിൽ അവന് മേലെ മറ്റൊരു ശക്തിയെ നമുക്ക് കണ്ടെത്തേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒന്നും ദൈവമല്ല. എല്ലാ സൃഷ്ടികളും ദൈവത്തിൽ നിന്നുള്ളതായിരുന്നത്രേ. അങ്ങനെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അനാദി കാലം മുതൽ ആരംഭമില്ലാത്തവൻ ആ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ മടിത്തട്ടിലുണ്ടായിരുന്നു.